2023 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ തനിക്ക് പകരം വയ്ക്കാൻ മലയാള സിനിമയിൽ ആരുമില്ലെന്ന് വീണ്ടും തെളിയിക്കുകയാണ് നടി ഉർവശി. ഉള്ളൊഴുക്കിലെ മികച്ച പ്രകടനത്തിലൂടെ ഇത് 6ാം തവണയാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഉർവശിയെ തേടിയെത്തിയത്. ഇതോടെ ഏറ്റവും കൂടുതൽ തവണ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുന്ന നടി എന്ന റെക്കോർഡും ഉർവശിക്ക് സ്വന്തം. 6 തവണ മികച്ച നടന്മാർക്കുള്ള പുരസ്കാരം നേടിയ മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം എത്തിയിരിക്കുകയാണ് ഉർവശിയും. 1989 മഴവിൽക്കാവടി, വർത്തമാനകാലം എന്നീ സിനിമകളിലെ പ്രകടനത്തിലൂടെയാണ് ഉർവശി മികച്ച നടിക്കുള്ള പുരസ്കാരം ആദ്യമായി സ്വന്തമാക്കിയത്. 1990 തലയണ മന്ത്രത്തിലെ കാഞ്ചനയിലൂടെയും 1991 ഭരതം, മുഖചിത്രം, കാക്കത്തൊള്ളായിരം എന്നീ സിനിമകളിലൂടെയും പുരസ്കാരം നിലനിർത്തി. തുടർച്ചയായി 3 തവണ മികച്ച നടിക്കുള്ള പുരസ്കാരം നിലനിർത്താനും ഈ നേട്ടത്തിലൂടെ ഉർവശിക്ക് സാധിച്ചു. 1995 NP സുകുമാരൻ നായർ സംവിധാനം ചെയ്ത കഴകത്തിലൂടെ 4ാമത്തെ സംസ്ഥാന അവാർഡും ഉർവശിയെ തേടിയെത്തി. പിന്നീട് 21 വർഷങ്ങൾക്കു ശേഷം മധുചന്ദ്രലേഖയിലെ മികച്ച അഭിനയത്തിന് 5ാം തവണയും മികച്ച നടിക്കുള്ള പുരസ്കാരം. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ മാത്രമല്ല, 2006 അച്ചുവിന്റെ അമ്മയിലെ പ്രകടനത്തിന് മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരവും 1994, 95 വർഷങ്ങളിൽ തമിഴ്നാട് സർക്കാരിന്റെ ചലച്ചിത്ര പുരസ്കാരങ്ങളും ഉർവശിയെ തേടിയെത്തി. 90കളിൽ മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടിയായിരുന്നു ഉർവശി. ഇക്കാലയളവിൽ 500-ലധികം ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി സിനിമകളിലും ഉർവശി തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. ഗൗരവ കഥാപാത്രങ്ങളിലും കോമഡികളിലും ഒരേപോലെ തിളങ്ങാൻ അവർക്ക് സാധിച്ചു. കാമുകി, ഭാര്യ, അമ്മ, അമ്മായി അമ്മ, ഏതു വേഷത്തിലും ഉർവശി ഭദ്രമെന്ന് തോന്നിപ്പിച്ചെടുത്തായിരുന്നു എല്ലാ കഥാപാത്രങ്ങളുടെയും വിജയം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.